അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. അതിനകത്ത് നോട്ട്സും ബാക്കി ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഫ്രം റോ മെറ്റീരിയൽസ് ടു മോർ വാല്യുബിൾ പ്രൊഡക്ട്സ് ഇസ് കോൾഡ് മാനുഫാക്ചറിങ്. ഇപ്പോൾ എന്താണ് ഒരു റോ മെറ്റീരിയലിൽ നിന്നും ഒരു വാല്യുബിളായ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതിനാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പേപ്പർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് വുഡിൽ നിന്നാണ്. ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ മാനുഫാക്ചർ ചെയ്തെടുക്കും. അയണും സ്റ്റീലുമൊക്കെ അയൺ ഓറിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അലൂമിനിയം ബോക്സൈറ്റ് ഓറിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒരു റോ മെറ്റീരിയലിൽ നിന്നും ഒരു വാല്യുബിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതിനാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയലിൽ നിന്ന് പേപ്പർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് മാനുഫാക്ചറിങ് ആണ്. People employed in the secondary activities manufacture the primary materials into finished goods. The workers employed in steel factories, cars, breweries, textile industries, bakeries, etc. fall into this category. Some people are employed in providing services. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൈമറി സെക്ടറിലുള്ള അല്ലെങ്കിൽ ഒരു പ്രൈമറി മെറ്റീരിയലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലുള്ള ആൾക്കാരാണ് ഈ പ്രൈമറി മെറ്റീരിയലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അതായത് സെക്കൻഡറി സെക്ടറാണ് മാനുഫാക്ചറിങ് ആയിട്ട് വരുന്നത്. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആണെങ്കിൽ സെക്കൻഡറി സെക്ടറാണ് മാനുഫാക്ചറിങ് ആയിട്ട് വരുന്നത്. അതായത് റോ മെറ്റീരിയലാണ് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് സെക്കൻഡറി സെക്ടറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്ടറി വർക്കേഴ്സ്, ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, ഇതൊക്കെ ഈ ഒരു സെക്കൻഡറി സെക്ടറിൽ വരും. ദ എക്കണോമിക് സ്ട്രെങ്ത് ഓഫ് എ കൺട്രി ഈസ് മെഷേർഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സ്ട്രെങ്ത് നോക്കുന്നത് ആ രാജ്യത്തിൻ്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ സ്ട്രെങ്ത് നോക്കിയാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നോക്കിയാണ്. ആ രാജ്യത്തെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എത്രത്തോളം ഡെവലപ്ഡ് ആണോ അത്രത്തോളം ഡെവലപ്ഡ് ആയിരിക്കും ആ രാജ്യത്തെ എന്താണ് ഒരു എക്കണോമിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. Importance of manufacturing. Manufacturing sector is considered the backbone of development in general and economic development in particular, mainly because manufacturing industries not only help in modernizing agriculture, which forms the backbone of our economy, they also reduce the heavy dependence of people on agricultural income by providing them jobs in secondary and tertiary sector. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്. അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്. അപ്പോൾ അതിന് കാരണം എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്. ആദ്യത്തെ കാര്യം, ഇപ്പോൾ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഏത് രാജ്യത്തെടുത്താലും അല്ലെങ്കിൽ നമ്മുടെ കൺട്രി തന്നെ എടുത്താലും അവിടുത്തെ ഏറ്റവും വലിയൊരു എക്കണോമിയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്ന അഗ്രികൾച്ചറാണ്. അപ്പോൾ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യാൻ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വഴി സാധിക്കുന്നു. കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വഴി, അതായത് ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്സ്, അല്ലെങ്കിൽ ട്രാക്ടേഴ്സ്, അല്ലെങ്കിൽ എന്തായാലും ആ ഒരു മെഷീനറി, അതെല്ലാം കാരണം അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യാൻ പറ്റുന്നു. അതിനോടൊപ്പം തന്നെ ഈ ആളുകൾ ഏറ്റവും കൂടുതൽ ജോബിനായിട്ട് അല്ലെങ്കിൽ ഇൻകത്തിനായിട്ട് ആശ്രയിക്കുന്ന അഗ്രികൾച്ചർ സെക്ടറിനെയാണ്. അവിടെ നിന്നും ഒരു സെക്കൻഡറി ടെർഷറി സെക്ടറിലേക്ക് കൂടി ആൾക്കാർക്ക് ജോബ്സ് പ്രൊവൈഡ് ചെയ്യാനും ഇൻകം റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നു, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ വഴി സാധിക്കുന്നുണ്ട്. Industrial development is a precondition for eradication of unemployment and poverty from our country. This was the main philosophy behind public sector industries and joint sector ventures in India. It was also aimed at bringing down regional disparities by establishing industries in tribal and backward areas. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വഴി അവിടെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയും ഒരു പരിധി വരെ റാഡിക്കേറ്റ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യയിലും പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്ടർ വെഞ്ചേഴ്സും ഒക്കെ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ ഇത് ഒരു റീജിയണൽ ഡിസ്പാരിറ്റി ഇല്ലാതെ ആ ഒരു ട്രൈബൽ ഏരിയയിലും ബാക്ക്വേർഡ് ഏരിയയിലും കൂടി എത്തിക്കണം എന്നുള്ളതും ഒരു എയിമാണ്. തേർഡ് പോയിന്റ്, എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് എക്സ്പാൻഡ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് ബ്രിങ്സ് ഇൻ മച്ച് നീഡഡ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് എക്സ്പോർട്ട്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന മാനുഫാക്ചർഡ് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ട്രേഡിൻ്റെ, കൊമേഴ്സിൻ്റെയൊക്കെ എക്സ്പോർട്ട് വഴി, എക്സ്പാൻഷൻ വഴി, അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഗുഡ്സിൻ്റെയൊക്കെ എക്സ്പോർട്ട് വഴി ഉണ്ടാകുന്ന എന്താണ് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ് വഴി അല്ലെങ്കിൽ എക്സ്പാൻഡ് വഴി ആ രാജ്യത്തേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിൻ്റെ കടന്നുവരവ് സാധ്യമാവും.
Countries that transform their raw materials into a wide variety of finished goods of higher value are prosperous. India's prosperity lies in increasing and diversifying its manufacturing industries as quickly as possible. ഇപ്പോൾ ഒരു രാജ്യം പ്രോസ്പെറസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആ രാജ്യത്തെ ആ ഒരു ഫിനിഷ് ഗുഡ്സിനെ അടിസ്ഥാനമാക്കിയാണ് ആ ഒരു എത്രത്തോളം വാല്യൂ ഉണ്ട് ആ രാജ്യത്തിൻ്റെ ഫിനിഷ് ഗുഡ്സിനെന്ന് നോക്കിയിട്ടാണ് ആ രാജ്യം പ്രോസ്പെറസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റിയും ഈ ഒരു കാര്യത്തെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യാനുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ആർ നോട്ട് എക്സ്ക്ലൂസീവ് ഫോർ ഈച്ച് അതർ. They move hand in hand. For instance, the agro industries in India have given a major boost to agriculture by raising its productivity. They depend on the latter for raw material and sell their products such as irrigation pumps, fertilizers, insecticides, pesticides, plastic and PVC pipe, machines and tools etc. to the farmers. അപ്പോൾ എന്താണ് അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും രണ്ട് വിഭിന്ന മേഖലയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പ്രവർത്തിക്കുന്ന രണ്ട് മേഖലകളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട പ്രൊഡക്ട്സ്, അതായത് ഇറിഗേഷൻ പമ്പ്സ് ആയാലും ശരി, ഫെർട്ടിലൈസേഴ്സ് ആയാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളായാലും ശരി, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന അഗ്രോ ഇൻഡസ്ട്രീസ് ആണ്. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലെ ആ ഒരു അഗ്രികൾച്ചറിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്ട്സ് വഴി പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അതുപോലെ തന്നെ ഈ ഒരു അഗ്രോ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് അഗ്രോ ഇൻഡസ്ട്രി അവിടെ, അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നിൽക്കുന്നതും ആ ഒരു പ്രദേശത്തെ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ആ ഒരു സെക്ഷൻ ഇല്ലാതായിക്കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രോ ഇൻഡസ്ട്രി ഇല്ലാതായിക്കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഒരുപാട് ബാധിക്കും. തിരിച്ച് അഗ്രികൾച്ചർ എന്ന് പറയുന്ന സെക്ടർ ഇല്ലാതായി കഴിഞ്ഞാൽ അത് അഗ്രോ ഇൻഡസ്ട്രിയെ തന്നെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. അത് രണ്ടും ഒരു വിഭിന്ന മേഖലകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Thus, development and competitiveness of manufacturing industry has not only assisted agriculturalists in increasing their production but also made the production process very efficient. അപ്പോൾ എന്താണ് ഇതുവഴി, ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വഴി അഗ്രികൾച്ചറിസ്റ്റിന് പ്രൊഡക്ഷൻ കൂട്ടുക മാത്രമല്ല, ആ പ്രൊഡക്ഷൻ വളരെ എഫിഷ്യൻ്റായിട്ട് നടത്താനും സാധിക്കുന്നുണ്ട്. In the present day world of globalization, our industry needs to be more efficient and competitive. Self-sufficiency alone is not enough. ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് ഡേ ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് എന്ത് വേണം? കൂടുതൽ എഫിഷ്യൻറ്റ്, കൂടുതൽ കോമ്പറ്റീറ്റീവ് ആണ്. കാരണം ഒരുപാട് പ്രൊഡക്ട്സ്, ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് നിലനിർത്താൻ എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം? ആ കോമ്പറ്റീറ്റീവ്നെസ് നിലനിർത്തുക തന്നെയാണ്. ഇപ്പോൾ സെൽഫ് സഫിഷ്യൻസി അലോൺ ഈസ് നോട്ട് ഇനഫ്. അവർ മാനുഫാക്ചർ ഗുഡ് മസ്റ്റ് ബി അറ്റ് പാർ ഇൻ ക്വാളിറ്റി വിത്ത് ദോസ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഒരു സെൽഫ് സഫിഷ്യൻസി മാത്രം പോരാ, നമ്മുടെ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് ആ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഗുഡ്സിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ, ക്വാളിറ്റിയിൽ കിടപിടിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ഓൺലി ദെൻ വിൽ ബി ഏബിൾ ടു കോമ്പീറ്റ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. എന്നാൽ മാത്രമേ ഈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ മാർക്കറ്റിനോടൊപ്പം എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കോട്ടൺ, ജൂട്ട്സ്, സിൽക്ക്, വൂളൻ, ടെക്സ്റ്റൈൽസ്, ഷുഗർ ആൻഡ് എഡിബിൾ ഓയിൽ എറ്റ്സെട്ര ഇൻഡസ്ട്രി ആർ ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്കറിയാം അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അറിയാം. നമ്മളിപ്പോൾ കോട്ടൺ, ജൂട്ട്, സിൽക്ക്, വൂളൻ, ടെക്സ്റ്റൈൽസ്, ഷുഗർ, എഡിബിൾ ഓയിൽ, ഇതെല്ലാം നമുക്ക് എന്താണ് ഒരു അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസിന് നിന്നും പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. The textile industry occupies unique position in the Indian economy because it contributes significantly to the industrial production, employment generation and foreign exchange earnings. It is only industry in the country which is self-reliant and complete in the value chain from raw material to the highest value added products. എന്താണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പറ്റിയാണ് പറയുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ എക്കണോമിയിൽ ഒരു യുണീക്ക് പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയാം. കാരണം എന്താണ് ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ മുതൽ ഫൈനൽ ഗുഡ് വരെയുള്ള ഹൈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വരെ നീളുന്ന ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അതായത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് ഒക്കെ നേടിത്തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ആദ്യം റോ ഫൈബർ എന്ന് ഫൈബർ പ്രൊഡക്ഷൻ വഴി സ്പിന്നിങ് വഴി യാൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വീണ്ടും വീവിങ്, നീറ്റിംഗ് വഴി ഫാബ്രിക് ആവുന്നു. അതിൽ വീണ്ടും ഡൈയിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ചേർത്തിട്ട് ഗാർമെൻറ്റ് മാനുഫാക്ചറൊക്കെ നടത്തിയിട്ടാണ് ഗാർമെൻറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത്രയും ഒരു ലോങ് പ്രോസസ്സ് അല്ലെങ്കിൽ വാല്യൂ അഡിഷൻ നടക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. റോ മെറ്റീരിയലിൽ നിന്ന് ഒരുപാട് വാല്യൂ അഡിഷൻ നടത്തിയാണ് ആ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോട്ടൺ ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. ഇൻ ആൻഷ്യൻ ഇന്ത്യ,
cotton textiles were produced with hand spinning and handloom weaving techniques. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യയിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഹാൻഡ് സ്പിന്നിങ് കൈത്തറി ആ ഒരു സമ്പ്രദായം വഴിയാണ്. ആഫ്റ്റർ ദ 18th century, power looms came into use. Our traditional industry suffered a setback during the colonial period because they could not compete with the mill-made cloth from England. ഇപ്പോൾ 18ാം നൂറ്റാണ്ടോട് കൂടി പവർ ലൂം കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രിക്ക് ആ ഒരു കൊളോണിയൽ പീരീഡിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കോട്ടൺ മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോത്ത്സിനോടൊന്നും കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതെയായി. In the early years, the cotton textile industry was concentrated in the cotton growing belt of Maharashtra and Gujarat. Availability of raw cotton, market, transport including accessible port facilities, labor, moist climate, etc. contributed towards its localization. The industry has close links with agriculture and provides a living to farmers, cotton ball pluckers and workers engaged in ginning, spinning, weaving, dyeing, designing, packing, tailoring and sewing. The industry, by creating demand, supports many other industries such as chemical and dyes, packing materials and engineering works. അപ്പോൾ എന്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കോട്ടൺ ഗ്രോയിങ് ബെൽറ്റിലായിരുന്നു. അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏരിയയിലായിരുന്നു. കാരണം അവിടെ റോ കോട്ടൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, പോർട്ട് ഉൾപ്പെടെ, ലേബേഴ്സ് ഉണ്ട്, മോയ്സ്റ്റ് ക്ലൈമറ്റ് ആണ്. അതൊക്കെ കാരണം അവിടെയാണ്, അതായത് കോട്ടൺ ഗ്രോയിങ് ബെൽറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ലിവ്ലിഹുഡായിട്ട് മാറുകയായിരുന്നു. ഫാർമേഴ്സിനും കോട്ടൺ ബോൾ പ്ലക്കേഴ്സിനും വർക്കേഴ്സിനും ഒക്കെ ലിവ്ലിഹുഡായി മാറുന്നതിനോടൊപ്പം മറ്റ് ഇൻഡസ്ട്രികളെയും സഹായിക്കുമായിരുന്നു. അതായത് കെമിക്കൽ, ഡൈസ്, പാക്കിംഗ് മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് വർക്ക്സ്, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു കോട്ടൺ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ്. While spinning continues to be centralized in Maharashtra, Gujarat and Tamil Nadu, weaving is highly decentralized to provide scope for incorporating traditional silks and scope of designs of weaving in cotton, silk, zari, embroidery, etc. India has world-class production in spinning, but weaving supplies low quality of fabric as it cannot use much of high-quality yarn produced in the country. Weaving is done by handloom, powerloom and mills. The hand-spun khadi provides large-scale employment to weavers in their homes as cotton industry. അപ്പോൾ എന്താണ് സ്പിന്നിങ് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്ന പ്രദേശങ്ങളിലാണ് നടന്നിരുന്നെങ്കിലും ആ ഒരു വീവിങ്ങിൻ്റെ ഒരു ഡീസെൻട്രലൈസേഷൻ നടക്കുന്ന വഴിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുകയും അതുപോലെ തന്നെ ആ ഒരു ഫാബ്രിക്കിലേക്ക് ലോ ക്വാളിറ്റി ആയത് കാരണവും പ്രശ്നങ്ങളുണ്ടാകുകയാണ് ചെയ്തത്. ജൂട്ട് ടെക്സ്റ്റൈൽസ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റോ ജൂട്ട് ആൻഡ് ജൂട്ട് ഗുഡ്സ് and stands at second place as an exporter after Bangladesh. Most of the mills are located in West Bengal, mainly along the banks of the Hooghly River in a narrow belt. എന്താണ്, ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റോ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി, ജൂട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി. അതുപോലെ തന്നെ എക്സ്പോർട്ടിൽ ബംഗ്ലാദേശിന് ശേഷം സെക്കൻഡായിട്ട് നിൽക്കുന്നതും ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിൽസ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഒരു ഹൂഗ്ലി റിവറിന് ചേർന്നുള്ള ബാങ്ക്സിലാണ് ഈ ഏറ്റവും കൂടുതൽ ആ ഒരു ജൂട്ട് മിൽസ് സ്ഥിതി ചെയ്യുന്നത്. Factors responsible for their location in the Hooghly Basin are proximity of the jute producing areas, inexpensive water transport, supported by good network of railway, roadways, waterways to facilitate movement of raw material to the mills, abundant water for processing raw jute, cheap labor from West Bengal and adjoining states of Bihar, Odisha. Center provides banking, ഇൻഷുറൻസ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി ഫോർ എക്സ്പോർട്ട് ഓഫ് ജൂട്ട് ഗുഡ്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു ഹൂഗ്ലി ബേസിനിലാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു മിൽസിൻ്റെയൊക്കെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻഎക്സ്പെൻസീവ് വാട്ടർ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ റെയിൽവേസിൻ്റെ ഒരു ഗുഡ് നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിരുന്നു, വാട്ടർ വേസും റോഡ് വേസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാരണമാണ് പ്രധാനമായിട്ടും ആ ഒരു, അതുപോലെ തന്നെ അബണ്ടൻറ്റ് വാട്ടർ ഉണ്ടായിരുന്നു. റോ ജൂട്ട് പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ വാട്ടറിന് ആവശ്യമുള്ളൊരു പ്രോസസ്സായിരുന്നു. അതുപോലെ തന്നെ ചീപ്പ് ലേബർ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ചീപ്പ് ലേബർ, ഇതൊക്കെ കാരണമാണ് ആ ഒരു ഏരിയയിൽ ജൂട്ട് മിൽസിനെ എണ്ണം കൂടാൻ കാരണമായത്. Sugar industry. India stands second as a world producer of sugar but occupies the first place in the production of gur and khanjari. The raw material used in the industry is bulky and in haulage sucrose content reduces.
The mills are located in Uttar Pradesh, Bihar, Maharashtra, Karnataka, Tamil Nadu, Andhra Pradesh, Gujarat, Punjab, Haryana and Madhya Pradesh. 60% mills are in Uttar Pradesh and Bihar. This industry is seasonal in nature. It is ideally suited to the cooperative sector. Can you explain why this is so? In recent years, there is a tendency for the mills to shift and concentrate in the southern and western state, especially in Maharashtra. This is because the cane produced here has higher sucrose content. The cooler climate also ensures a large crushing season. Moreover, the cooperatives are more successful in these states. അപ്പോൾ എന്താണ്, ഇന്ത്യയാണ് ഷുഗർ പ്രൊഡക്ഷനിൽ രണ്ടാമത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലേസിലാണ് ഖൻസാരി പ്രൊഡക്ഷനിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ റോ മെറ്റീരിയലിൽ ആ ഒരു സൂക്രോസിൻ്റെ അളവ് കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ പ്രധാനമായിട്ടും മില്ല് നടക്കുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ് സ്റ്റേറ്റുകളിലാണ്. ഇതിൽ 60% മിൽസും ഉത്തർപ്രദേശിലും ബീഹാറുമായിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു റീസെൻറ്റ് ഇയേഴ്സായിട്ട് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സതേൺ വെസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ആ ഒരു, എസ്പെഷ്യലി മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കാരണം അവിടുത്തെ ആ ഒരു ഷുഗറിന് അല്ലെങ്കിൽ ആ ഒരു കെയിനിന് എന്താണ് ഹയർ സൂക്രോസ് കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണിത് അങ്ങനെ ഒരു ഷിഫ്റ്റ്, ആ ഒരു മിൽസിൻ്റെ ഷിഫ്റ്റ് വരാൻ കാരണം.